ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു തനൂസ് കിച്ചൺ. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും തനൂസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു നൂഡിൽസ് ആണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ലൊരു നൂഡിൽസ് ആണ്. ഗോതമ്പ് പൊടി കൊണ്ടാണ് ഞാൻ ഈ നൂഡിൽസ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിനകത്ത് എല്ലാ വെജിറ്റബിൾസും അതുപോലെ തന്നെ എഗ്ഗ് കൊണ്ടിട്ടാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ചിക്കനൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു നൂഡിൽസ് ആണിത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ള വീഡിയോ കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി കാണും. അതിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിലെ ഓപ്ഷൻ ഓൾ എന്നാക്കുക. എങ്കിലും ഞാനിടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ന്യൂഡിൽസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഉപ്പും പൊടിയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ഫോർക്ക് കൊണ്ട്. ഇനി നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചു കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ വെള്ളം കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ അത് ഗോതമ്പ് പൊടിയുടെ തരം അനുസരിച്ച് വ്യത്യാസം വരും നമ്മൾ വെള്ളം ഒഴിക്കുന്നതിന്റെ അളവ്. അപ്പം ഞാൻ ദാ ഇവിടെ 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം. ഇപ്പൊ ദാ ഞാനിത് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കാം. വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. കുറച്ചധികം വെള്ളം ഒന്ന് ചൂടാക്കാൻ വെക്കാം. വെള്ളം നന്നായിട്ട് തിളക്കണം. ഇനി നമുക്ക് ഇതുപോലെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന ഒരു അച്ചില്ലേ, സേവനാഴി എന്നൊക്കെ പറയും, അതെടുക്കാം. അതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കാം. അപ്പൊ ദാ അതിനടിയിൽ ഇതുപോലെ ഒരു ചില്ലുണ്ടാകും. അത് കുറച്ച് വലിയ ഹോളുള്ള ചില്ലില്ലേ, കൂട്ടത്തില് ഏറ്റവും ചെറുതല്ല, അതിനേക്കാളും വലിയൊരു ഹോളുള്ള ചില്ല് എടുക്കാൻ ശ്രദ്ധിക്കാം. എന്നിട്ട് നമ്മുടെ ഈ കുഴച്ചു വെച്ചിട്ടുള്ള മാവ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മാവിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ നിറയെ മാവിട്ടിട്ടില്ല. ഇതിൽ ഏകദേശം ഒരു 1/4 ഭാഗത്തോളം മാവിട്ടിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട്. അതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഈ മുഴുവൻ മാവും ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ ഈ വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ചേർത്തത്. അപ്പം ഞാൻ മുഴുവൻ ഇട്ടില്ലായിരുന്നു. അടുത്ത ട്രിപ്പ് ഇത് നമ്മൾ വെന്ത് മാറ്റിയതിന് ശേഷം അടുത്ത ട്രിപ്പ് ഇടാന്ന് കരുതി. അപ്പോൾ ഒരു 2 മിനിറ്റ് ഇത് കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് ചൂടുവെള്ളത്തിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ഞാൻ കുറച്ച് തണുത്ത വെള്ളം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പാത്രത്തിൽ സാധാരണ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ പാസ്തയൊക്കെ കുക്ക് ചെയ്യില്ലേ, ആ ഒരു മെത്തേഡാണ് ഇതിലും ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ അത് അടുത്ത ട്രിപ്പും ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുക്കാവട്ടെ.
ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതും തണുത്ത വെള്ളത്തിലേക്ക് മാറ്റാം. ഇത് മുഴുവനും നമ്മൾ തണുത്ത വെള്ളത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഈ വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റി വയ്ക്കാം. ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞാനൊരു അരിപ്പയിലേക്ക് ഊറ്റി മാറ്റിയിട്ടുണ്ട്. ഞാനിപ്പോൾ വളരെ കുറച്ചൊരളവിന്റെ നൂഡിൽസ് തയ്യാറാക്കാം. നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ബീൻസ്, ക്യാരറ്റ്, അതുപോലെ ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ ചേർക്കാം, അല്ലെങ്കിൽ മുട്ടയാണെങ്കിൽ മുട്ട ചേർക്കാം. ഇതിലിപ്പോൾ രണ്ടും ഇല്ല, പച്ചക്കറികൾ മാത്രമേ ഉള്ളെങ്കിൽ കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ട ആദ്യം നമുക്കൊന്ന് ചിക്കി ഒന്ന് മാറ്റി വയ്ക്കാം. നമ്മൾ നേരത്തെ നൂഡിൽസ് വേവിക്കാൻ വേണ്ടി എടുത്ത പാൻ തന്നെയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കേണ്ട. നമ്മൾ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ ഒക്കെ യൂസ് ചെയ്യുന്നതാവും നല്ലത്. ഇനി ഓയിലിലേക്ക് നമ്മുടെ മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. ഈ മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ കുരുമുളകും ചേർത്തിട്ട് ഇതുപോലെ ചിക്കിയെടുത്ത് മാറ്റാം. കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഇത്രയും ചേർത്തിട്ട് മുട്ട ഒന്ന് ചിക്കിയെടുക്കാം. ഏകദേശം ഒരു 2 മിനിറ്റ് കൊണ്ട് നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി അതേ പാനിലേക്ക് തന്നെ നമുക്ക് വെജിറ്റബിൾസ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഞാൻ കുറച്ചുകൂടി ഒന്ന് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കാം. ഒന്ന് കുക്കാവണ വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി പച്ചക്കറികളിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, ഈ 2 സോസുകളും ചേർക്കാം. നന്നായി മിക്സ് ചെയ്യാം. സോയാ സോസിൽ ഓൾറെഡി ഉപ്പുള്ളതാണ്. അപ്പോൾ അത് മനസ്സിൽ വിചാരിച്ചിട്ട് വേണം നമ്മൾ ഈ വെജിറ്റബിൾസിലേക്ക് ഉപ്പ് ചേർക്കാനായിട്ട്. ഇനി നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഗോതമ്പ് നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ഗോതമ്പാണ്. പിന്നെ ഇതിന് വെള്ളമൊഴിച്ചൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി അവസാനമായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട കൂടി ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ ഇതിന്റെ പരിപാടി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ന്യൂഡിൽസ് റെഡി ആയി കഴിഞ്ഞു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് കണ്ടുമുട്ടാം. താങ്ക്